കേരളത്തിൽ ഈ കള്ളവോട്ടിന്റെ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ CPM-കാരാണെന്ന് പലരും പറയുന്നു. എന്നാൽ അതിൽ തന്നെ ഇപ്പോൾ കള്ളവോട്ടിന്റെ ആശാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വഞ്ചിയൂർ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വഞ്ചിയൂർ വാർഡിലെ CPM സ്ഥാനാർത്ഥിയാണ് വഞ്ചിയൂർ ബാബു അഥവാ ശങ്കരൻകുട്ടി നായർ. ഇങ്ങനെ ആ വഞ്ചിയൂർ വാർഡിനെ തന്നെ കള്ളവോട്ടിന്റെ പേരിൽ നാണം കെടുത്തിയത് അദ്ദേഹമാണ് എന്ന് നാട്ടുകാരുടെ അഭിപ്രായം. ഇപ്പോൾ അത് എല്ലാ മാധ്യമങ്ങളും എഴുതി തുടങ്ങിയിരിക്കുന്നു. വഞ്ചിയൂർ വാർഡിലെ UDF സ്ഥാനാർത്ഥി ഗിരീഷ് കുമാർ തനിക്ക് വലിയ വെല്ലുവിളിയാണെന്നും ജനകീയനായ ഗിരീഷ് തന്നെ തോൽപ്പിക്കുമെന്നുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഭയം, അധികാരത്തോട് വലിയ ഇഷ്ടമുള്ള വഞ്ചിയൂർ ബാബു ഈ കാര്യം ഭയക്കുന്നുണ്ട് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. നഗരത്തിലെ പള്ളിമുക്ക് ഭാഗത്തെ ഏകദേശം എല്ലാ കുടുംബശ്രീ പ്രവർത്തകരെയും പറ്റുന്ന തരത്തിൽ വഞ്ചിയൂർ വാർഡിൽ കൊണ്ടുവന്ന് പല അഡ്രസ്സുകളിലായി വിന്യസിച്ച് ഇങ്ങനെ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ കിട്ടിയവരുടെ പട്ടിക നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. ആ പട്ടികയിൽ കാണുന്ന വോട്ടർമാരെ കണ്ടെത്തി ആരാണ് നിങ്ങളെ ഈ ജനാധിപത്യ വിരുദ്ധമായ കാര്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ തന്നെ ഈ മാന്യന്മാരുടെ തനി നിറം പുറത്തു വരും. കള്ള വോട്ടുകളും ഇരട്ട വോട്ടുകളും ചേർക്കാൻ മാത്രമല്ല, ഇതെല്ലാം തുറന്നുകാട്ടുന്ന മാധ്യമ പ്രവർത്തകരെ തല്ലാനും ഈ മഹാനായ സ്ഥാനാർത്ഥിക്ക് മടിയൊന്നുമില്ല. ഏതായാലും കാര്യങ്ങൾ നാട് മൊത്തം അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ കള്ളവോട്ടുകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വഞ്ചിയൂരിലെ ഈ വലിയ വോട്ട് തട്ടിപ്പ്. ഈ വോട്ട് തട്ടിപ്പിൽ കോൺഗ്രസും BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായ വഞ്ചിയൂർ ബാബുവും പ്രതിക്കൂട്ടിലായിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൻ നിരീക്ഷണത്തിലായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. പ്രാഥമിക പരിശോധനയിൽ വഞ്ചിയൂർ വാർഡിൽ മാത്രം 400ഓളം പേരുടെ ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത്. ഇത് ഇന്നെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റു വാർഡുകളിലെ വോട്ടർമാരെ വഞ്ചിയൂരിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയും ഒരേ വോട്ടർമാരെ തന്നെ പല മേൽവിലാസങ്ങളിൽ പല ബൂത്തുകളിലായി വാർഡിൽ ഉൾപ്പെടുത്തിയെന്നുമാണ് ക്രമക്കേട് നടത്തിയതിൽ മനസ്സിലായിരിക്കുന്നത്. ജയിക്കാൻ വേണ്ടി നടത്തിയ ജനാധിപത്യ കശാപ്പാണ് വഞ്ചിയൂരിൽ കണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ തോൽപ്പിച്ചു വിടുക മാത്രമല്ല, മടല് വെട്ടി അടിച്ചോടിക്കുക കൂടി വേണമെന്നാണ് ആ വാർഡിലെ ആളുകൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് തൊട്ടടുത്തുള്ള ശ്രീകണ്ഠേശ്വരം വാർഡിലെ 4-ാം ബൂത്തിൽ പെടുന്ന 398, 399 എന്നീ ക്രമനമ്പറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദമ്പതികളെ നേരെ വഞ്ചിയൂർ വാർഡിലെ 2-ാം ബൂത്തിലെ 11, 24 എന്ന ക്രമനമ്പറുകളിലാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാല വാർഡിലെ കരിമഠം കോളനിയിൽ താമസിക്കുന്ന 9-ാം ബൂത്തിലെ ക്രമനമ്പർ 1331 എന്ന വോട്ടറെ വഞ്ചിയൂരിൽ കൊണ്ടുവന്ന് 3-ാം ബൂത്തിൽ 8-ാമതായി ചേർത്തിരിക്കുകയാണ്. അങ്ങനെ ജയിക്കാൻ വേണ്ടി വലിയ ജനാധിപത്യ ധ്വംസനമാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വഞ്ചിയൂരിലെ 6 ബൂത്തുകളിലായി 300ഓളം ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിച്ചു എന്നാണ് വിവരം. ഒരു വാർഡിനുള്ളിൽ തന്നെ ഒന്നിലേറെ വോട്ടുള്ളവരും ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനെല്ലാം അപ്പുറത്ത് IAS ഉദ്യോഗസ്ഥയുടെ വഞ്ചിയൂരിലെ ഒരു വീട്ടിൽ നടന്ന സംഭവമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. അതായത് IAS ഉദ്യോഗസ്ഥയായ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ വഞ്ചിയൂരിലെ വീട്ടിൽ 4 വോട്ടർമാരെയാണ് അധികം ചേർത്തിരിക്കുന്നത്. ഇവർക്ക് ഈ വീടുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അവസാനം കണ്ടെത്തിയത്. അങ്ങനെ IPS-കാരെ വരെ പറ്റിച്ചുകൊണ്ട് അവിടെ കള്ളവോട്ട് ചേർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 82/1013 എന്ന വീട്ടു നമ്പറിൽ ഒരാൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. എന്നാൽ 9 വോട്ടുകളാണ് ഇവിടെ അനധികൃതമായി അധികം ചേർത്തിരിക്കുന്നത്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും വലിയ ജനാധിപത്യ ധ്വംസനം നടത്തിയ വാർത്ത കേരളം മുഴുവൻ ചർച്ചയായ സ്ഥിതിക്ക് ഈ വഞ്ചിയൂർ വാർഡിലെ വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെയധികം ശ്രദ്ധിക്കും. അതെല്ലാം അസാധുവാക്കാനാണ് സാധ്യതയുള്ളത്. മാത്രമല്ല, ഇരട്ട വോട്ടർമാർ വഞ്ചിയൂർ വാർഡിലേക്ക് വോട്ട് ചെയ്യാൻ വരാനും ഇനി മടിക്കും, ഭയക്കും. കാരണം അകത്താകും എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട്. പക്ഷേ അതെന്തുകൊണ്ടൊന്നും സംഭവം തീരുന്നില്ല. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അന്വേഷണവും, ആരാണ് ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് വലിയ തരത്തിൽ കള്ളവോട്ടുകളും
ഇരട്ട വോട്ടുകളുമാക്കി മാറ്റാൻ പണിയെടുത്തത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിനുള്ള അന്വേഷണം വേണം. ഇതെല്ലാം പുറം ലോകം അറിയുമെന്നുള്ള ഭയം ആർക്കാണുണ്ടായിരുന്നത്? അതുമൂലം മാധ്യമപ്രവർത്തകരെ അടിച്ചോടിക്കാനുള്ള മാനസിക വിഭ്രാന്തി ആർക്കാണുണ്ടായത്? ഇതെല്ലാം പരിശോധിച്ച് ഇതിന് കൂട്ടുനിന്നവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ഇരട്ട വോട്ട് ചെയ്യാനെത്തുന്നവരെയും നിരീക്ഷിക്കണം. അങ്ങനെ വന്നാൽ അവരെ പിടിക്കണം. ആരാണിത് ചേർത്ത് തന്നത് എന്ന് ആ വോട്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് ഇനി വഞ്ചിയൂർ വാർഡ് പോകാൻ പോകുന്നത്. ഏതായാലും ഇതിനു മുൻപ് ഈ വഞ്ചിയൂർ ബാബു എന്ന ശങ്കരൻകുട്ടി നായർ വെറും 3 വോട്ടിനൊക്കെ തട്ടിമുട്ടി ജയിച്ചൊരു വാർഡാണ്. അപ്പോൾ തന്നെ ഈ ഇരട്ട വോട്ടുകളുടെ പ്രശ്നം എതിർ പാർട്ടിക്കാർ ഉന്നയിച്ചതാണ് വർഷങ്ങൾക്ക് മുൻപേ. അന്ന് അതൊന്നും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല എതിർ പാർട്ടിക്കാർക്ക്. എന്നാൽ ഇത്തവണ കെ മുരളീധരൻ നേരിട്ട് മോണിറ്റർ ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണിത്. അതുപോലെ തന്നെ BJPയും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് വഞ്ചിയൂർ. മാത്രമല്ല ശബരിമലയടക്കം പല തട്ടിപ്പുകളിലും CPM പ്രതിസ്ഥാനത്ത് നിൽക്കുകയുമാണ്. അതിനിടയിൽ ഈ വോട്ടു തട്ടിപ്പിലും പെടുന്നു എന്ന് പറയുമ്പോൾ അത് CPM എന്ന പാർട്ടിക്ക് വലിയ നാണക്കേടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഇതിന് കാരണക്കാരനായ ആളുകൾക്കെതിരെ പാർട്ടിയിൽ നിന്നു തന്നെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതും കാണേണ്ടതുണ്ട്. അങ്ങനെ വാശിയേറിയൊരു മത്സരം കൊണ്ട് മാത്രമല്ല, ജനാധിപത്യ ധ്വംസനം കൊണ്ടും തിരുവനന്തപുരത്തെ വഞ്ചിയൂർ വാർഡ് ശ്രദ്ധ നേടുകയാണ്.